പേളിയുടെ പ്രസവം കഴിഞ്ഞുള്ള വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഓരോന്നായി തന്നെ പങ്കുവച്ചെത്തിയിരിക്കുന്നത്. നിറ്റാര എന്ന് പേരിട്ടിരിക്കുന്ന കുഞ്ഞിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെയും ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കണ്ടു കഴിഞ്ഞു. ആ ഫോട്ടോഷൂട്ട് എങ്ങനെയാണ് എടുത്തതെന്നും നിലു ബേബിക്ക് ചെയ്തതുപോലെ തന്നെയാണ് നിറ്റാര ബേബിക്കും ചെയ്തതെന്നും പേളി പറയുകയാണ്. ഈ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വീഡിയോ ആയി മാറുന്നത്. എന്നാൽ ആ വീഡിയോയിൽ അധികം ആരും ശ്രദ്ധിക്കാതെ പോയ കാര്യമാണ് ചില പ്രേക്ഷകർ ശ്രദ്ധിച്ചു വച്ചിരിക്കുന്നത്. അതിൻ്റെ പകുതിയാകുമ്പോൾ ഏകദേശം 5 മിനിറ്റ് ആകുമ്പോൾ കുഞ്ഞിൻ്റെ ചിത്രം കാണിക്കുന്നതിനിടയിൽ പേളിയുടെ കാല് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ആ കാലിൽ മുഴുവൻ പ്ലാസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നതാണ് പ്രേക്ഷകർ കണ്ടത്. ഇത് കണ്ടുപിടിച്ച പ്രേക്ഷകർക്ക് ആകെ ഞെട്ടലായിരുന്നു. എന്തുപറ്റി പേളി കാലിൽ എന്നാണ് നിരവധി പേർ ചോദിച്ചെത്തുന്നത്. പേളിക്ക് ഇതിനൊരു മറുപടിയുമില്ല. പേളിയുടെ മറുപടിക്ക് ഞങ്ങൾ കാത്തിരിക്കുന്നുവെന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത്. എനിക്ക് തോന്നുന്നു എന്തോ പ്രസവത്തിനിടയിൽ സംഭവിച്ചതായിരിക്കാം. എന്തായിരിക്കുമെന്ന് അറിയില്ലല്ലോ. ഇനി വല്ല മരുന്നിൻ്റെയും ഇൻഫെക്ഷൻ ആയിരിക്കുമോ? ഇത്തരത്തിൽ നിരവധി പേരാണ് ഇതിൻ്റെ താഴെ കമൻ്റായി തന്നെ ചോദിക്കുന്നത്. പലരും കാലിൽ വയ്യാത്ത പേളിയെ കണ്ടിട്ടുണ്ട്. എന്തുപറ്റി എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത്. ഒരു ചിരിയോടെ അല്ലാതെ ഈ വീഡിയോ കണ്ടു തീർക്കാനാകില്ല. പക്ഷേ പേളി ചേച്ചിയുടെ കാലിന് എന്തുപറ്റി എന്ന് പറയാമോ എന്നാണ് നിരവധി പേർ പേളിയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ ചോദിക്കുന്നത്. ബിഗ് ബോസിലൂടെയാണ് പേളിയും ശ്രീനിഷും ഇത്രമേൽ പ്രിയങ്കരായി മാറിയത്. ബിഗ് ബോസ് ഷോ തന്നെയാണ് ഇവരുടെ ജീവിതത്തിലെ വലിയ ഒരു മാറ്റം കൊണ്ടുവന്നതും. ശ്രീനിഷിനെയും പേളിയെയും ജീവിതത്തിൽ കണ്ടുമുട്ടിപ്പിച്ചതും ബിഗ് ബോസ് ഷോ തന്നെയാണ്. പേളിയും ശ്രീനിഷും ബിഗ് ബോസിലൂടെ കടന്നു വന്നവരാണ്. പേളി റണ്ണറപ്പ് കൂടിയായിരുന്നു ബിഗ് ബോസിൻ്റെത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ബിഗ് ബോസ് കപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഓർമ്മ വരിക ഇവർ രണ്ടുപേരെ തന്നെയായിരിക്കും. ഇതുവരെ ഒരുപാട് സീസണുകൾ കഴിഞ്ഞത് 6ാം സീസണിലേക്ക് കടക്കുകയാണ് ബിഗ് ബോസ് മലയാളം. പേളിയും ശ്രീനിഷിനെയും പോലെ മറ്റൊരു കപ്പിൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും അതുകൊണ്ട് അവർ തന്നെയാണ് എന്നും ബിഗ് ബോസിൻ്റെ കപ്പിൾ എന്നും പ്രേക്ഷകർ പറയുന്നു. ഒരു മാറ്റവുമില്ലാതെ പ്രേക്ഷകർ കാണുന്നത് അതുതന്നെയാണെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട്. പേളിയുടെയും ശ്രീനിഷിൻ്റെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകർ ഇവരുടെ വ്ളോഗ് തന്നെയാണ് എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്. സ്വന്തമായി വ്ളോഗിലൂടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞറിയിക്കുന്ന പേളി ഒരു മടിയും കൂടാതെയാണ് പ്രേക്ഷകരോട് എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നത്. അക്കൂട്ടത്തിലാണ് ഇപ്പോൾ നിറ്റാര ബേബിയുടെ ഫോട്ടോഷൂട്ട് എങ്ങനെയാണ് നടന്നതെന്ന് അറിയിക്കുന്നത്. അതിൽ ആദ്യമൊന്നും നിലു ബേബിയെ കാണുന്നേ ഇല്ലായിരുന്നു. അവസാനമാണ് നിലു ബേബി വന്നതും. നിലു ബേബിക്ക് ചേച്ചിയായതിൻ്റെ സന്തോഷമാണെന്നും ഇപ്പോൾ അനീതിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെയധികം ഇഷ്ടമാണെന്നും പറയുന്നു. ഈ നിറ്റാര ബേബിയുടെ ഫോട്ടോഷൂട്ട് കണ്ടപ്പോഴാണ് നിലു ബേബിയുടെ ഫോട്ടോഷൂട്ട് ഓർമ്മ വന്നതെന്നും ഇവർ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നുവെന്നും ശരിക്കും പറഞ്ഞാൽ വളർന്നു വരുമ്പോൾ ട്വിൻസ് പോലെ ആകുമോ എന്നാണ് ഞങ്ങളുടെ വിചാരമെന്നാണ് ഞങ്ങളെല്ലാവരും പറയുന്നതെന്നും പ്രേക്ഷകർ തന്നെ അഭിപ്രായം പറയുന്നുണ്ട്. പേളിയുടെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും എന്തുമാത്രം ആളുകൾക്ക് ഇഷ്ടമാണ് പേളി മാണി എന്ന യൂട്യൂബറെ. പേളിയെ മാത്രമല്ല, പേളിയുടെ ഭർത്താവ് ശ്രീനിഷും മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതരാണ്. സീരിയൽ രംഗത്തൂടെയാണ് ശ്രീനിഷ് ബിഗ് ബോസിലൂടെ എത്തിയത്. ഇപ്പോഴും സീരിയൽ രംഗത്ത് തന്നെ സജീവമാണ് ശ്രീനിഷ്. നില ശ്രീനിഷ്, നിറ്റാര ശ്രീനിഷ് എന്ന പേരിൽ 2 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൂടി ഇവർക്ക് വേണ്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ നിറ്റാരയുടെയും നിലയുടെയും ചിത്രങ്ങൾ അതിലൂടെയാണ് കൂടുതലും കാണുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.